കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവിൽ കെ.പി.സി.സിയുടെ മുൻ പ്രസിഡന്റ് വി.എം. സുധീരൻ നടത്തിയ വിമർശനം സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിലെ ഗ്രൂപ്പ് പോരിൻ്റെ തുടർച്ചയായിട്ടാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരിൽ മുൻ കെ.പി.സി.സി പ്രസിഡന്റിനുള്ള അതൃപ്തിയായിട്ടാണ് പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. മുൻ കെ.പി.സി.സി പ്രസിഡന്റ് എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു റോളൊന്നും സുധീറിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ ഇല്ലാത്തതിലുള്ള ഒരു നീരസമോ അദ്ദേഹത്തിൻ്റെ അതൃപ്തിയോ ഒക്കെയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുമില്ല. അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ചൊരു പ്രശ്നം തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടുക എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അജണ്ട, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്ത്രം, അത് ഫലം കാണുന്ന ഒന്നല്ല. കോൺഗ്രസ് അതിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് തിരികെ പോകണം എന്ന ഗൗരവമുള്ള കാര്യം വി.എം. സുധീരൻ കെ.പി.സി.സിയുടെ നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, നിർവാഹക സമിതി യോഗത്തിലെ സുധീരൻ്റെ പ്രസംഗത്തിനോട് രൂക്ഷമായി കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് പിന്നാലെ വി.എം. സുധീരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം വളരെ സ്പഷ്ടമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് തീവ്ര ഹിന്ദുത്വ എന്ന് പറയുന്ന സംഘപരിവാർ അജണ്ടയെ നേരിടാൻ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നതുകൊണ്ട് സാധിക്കില്ല. അതല്ല തീവ്ര ഹിന്ദുത്വത്തെ നേരിടാനുള്ള വഴി. കോൺഗ്രസ് അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിലേക്ക് തിരികെ പോവുകയും മതനിരപേക്ഷതയിൽ ഊന്നിയുള്ള നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീവ്ര ഹിന്ദുത്വത്തെ നേരിടുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് സുധീരൻ വ്യക്തമാക്കുകയുണ്ടായി. ഇക്കാര്യം അദ്ദേഹം ഈ കെ.പി.സി.സി നിർവാഹക സമിതി യോഗത്തിൽ മാത്രമല്ല പറഞ്ഞത്. 2022 താൻ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ഇക്കാര്യം വളരെ സ്പഷ്ടമായി പറഞ്ഞിരുന്നു എന്ന് സുധീരൻ പറയുന്നുമുണ്ട്. ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ആ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം കോൺഗ്രസ് നേതാക്കൾ എടുത്തിട്ടില്ല. കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി, ഇപ്പോഴത്തെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭയിലെ നേതാവ് ആധിർ രഞ്ജൻ ചൗധരി, ഇവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇവർ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അത് ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്താണ് ഇക്കാര്യത്തിൽ നയം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത വരികയും അതേ ചൊല്ലി ചർച്ചകൾ ഉയരുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് വി.എം. സുധീരൻ ഈ കാര്യം, അതായത് 2022 സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാവില്ല എന്ന കാര്യം താൻ പറഞ്ഞിരുന്നു എന്ന് സുധീരൻ ആവർത്തിക്കുന്നത്. സുധീരൻ പറയുന്നത് ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് തെളിവ് എന്നും സുധീരൻ, അങ്ങനെയാണ് കോൺഗ്രസ് മതനിരപേക്ഷ സ്വഭാവം വ്യക്തമാക്കേണ്ടത് എന്നും സുധീരൻ പറയുന്നുണ്ട്. എന്താണ് ഈ സുധീരൻ പറയുന്നതിൻ്റെ കാതൽ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മൃദു ഹിന്ദുത്വം ഏത് വിധത്തിലാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നത്, ഇത്രയും കാലത്തിനിടെ ദുർബലപ്പെടുത്തിയത് എന്നതും ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഈ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ മൃദു ഹിന്ദുത്വം ഉപയോഗിക്കുക എന്നുള്ളൊരു ടാക്ടിക്സ് കോൺഗ്രസ് കാലങ്ങളായിട്ട് പയറ്റുന്നതാണ്. അതായത് ഏതാണ്ട് സ്വാതന്ത്ര്യാനന്തരം ഉള്ള കാലത്ത് വലിയ തോതിൽ കോൺഗ്രസ് പയറ്റിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബാബറി മസ്ജിദ് തന്നെയാണ്. ബാബറി മസ്ജിദിനകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച കാര്യം, ബാബറി മസ്ജിദിനകത്ത് അതിക്രമിച്ച് കയറി വിഗ്രഹങ്ങൾ സ്ഥാപിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ എറിയൂ എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് യുണൈറ്റഡ് പ്രോവിൻസസിൻ്റെ, ഉത്തർപ്രദേശ് അന്ന് യുണൈറ്റഡ് പ്രോവിൻസസ് ആയിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിനോട് പറയുമ്പോൾ ഗോവിന്ദ് വല്ലഭ് പന്ത്, കോൺഗ്രസ് നേതാവായ ഗോവിന്ദ് വല്ലഭ് പന്ത് പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടും, അത് കോൺഗ്രസിൻ്റെ അധികാര സാധ്യതകളെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ പല ഘട്ടങ്ങളിൽ കോൺഗ്രസ് ഈ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശിലാന്യാസത്തിന് എങ്ങനെയാണ് അത് തുറന്നു കൊടുത്തത്. കർസേവ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച കർസേവയുടെ കാലത്ത് ഏത് വിധത്തിലാണ് അതിനെ സംരക്ഷിക്കുന്നതിൽ നരസിംഹറാവു സർക്കാർ വീഴ്ച വരുത്തിയത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് തെളിവായിട്ട് പല ഘട്ടങ്ങളിൽ പലരും ഉദാഹരിക്കാറുണ്ട്. അതുപോലെ RSSൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായ ഗോവധ നിരോധനം, അത് നിയമം മൂലം നടപ്പാക്കിയത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന പല സംസ്ഥാനങ്ങളുമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തത് വഴി വളർച്ചയുണ്ടായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളായ ജനസംഘിനോ പിൽക്കാലത്ത് BJPക്കോ ഒക്കെയാണ് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ മാത്രമല്ല ഈ പ്രശ്നമുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ 2018 2023 മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്ന് പരിശോധിച്ചാൽ മതി. 2018 തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ
കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് കമൽനാഥ് ഈ മൃദു ഹിന്ദുത്വ അജണ്ട ആവിഷ്കരിക്കുമ്പോൾ അതിനോട് യോജിച്ച് നിന്നിരുന്നു അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ ദിഗ്വിജയ് സിംഗും ഒക്കെ. അന്ന് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീരാമൻ 14 വർഷം വനവാസം നടത്തിയ ആ വിശ്വാസമുണ്ട് അദ്ദേഹം, അതാണ് ആ വിശ്വാസം. ആ വനവാസം നടത്തിയ വഴികൾ, അതിനുള്ള റൂട്ട് പുനർനിർമ്മിച്ച് വികസിപ്പിക്കും, അതൊരു തീർത്ഥാടന പാത പോലെ വികസിപ്പിക്കും എന്നൊരു വാഗ്ദാനം അന്ന് കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് 2018 മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ മുന്നോട്ട് വെച്ചൊരു കാര്യം ആധ്യാത്മിക വകുപ്പ് രൂപീകരിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ ഗോമൂത്രവും ഉണക്കച്ചാണകവും വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കും, അതിൻ്റെ വാണിജ്യം പ്രോത്സാഹിപ്പിക്കും എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഇങ്ങനെ പല നിലയ്ക്കും എന്താണോ BJP മുന്നോട്ട് വച്ചിരുന്നത്, അത് മാത്രമല്ല കേട്ടോ, എല്ലാ ഗ്രാമങ്ങളിലും 23,000 ഗ്രാമങ്ങളുടെ എല്ലാ ഗ്രാമങ്ങളിലും ഗോശാലകൾ നിർമ്മിക്കും എന്ന വാഗ്ദാനവും അന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണോ BJP തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, അതിന് ബദലായി ചില ഹിന്ദുത്വ അജണ്ടകൾ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് 2018 മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്തത്. ഇലക്ഷനിൽ ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ 7-8 സീറ്റുകളുടെ വ്യത്യാസത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തി. കമൽനാഥ് മുഖ്യമന്ത്രിയായി. അന്ന് മുഖ്യമന്ത്രി പദത്തിലെത്താതിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്ന കുറച്ച് MLA മാരും കോൺഗ്രസ് വിട്ട് രാജിവെച്ച് BJPക്ക് വഴിയൊരുക്കുന്നത് വരെ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആയിരുന്നു മധ്യപ്രദേശ് ഭരിച്ചിരുന്നത്. പക്ഷേ ഈ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മധ്യപ്രദേശ് ഭരിക്കുന്ന കാലത്തും എന്താണോ BJPയുടെ അജണ്ടകൾ, അതിനനുസരിച്ചിട്ടാണ് അന്നത്തെ സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വന്നിരുന്നത് എന്നുള്ളതിന് തെളിവുകളുണ്ട്. ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമൽനാഥ് അധികാരത്തിലിരിക്കെ ഗോഹത്യയുടെ പേരിൽ 3 ചെറുപ്പക്കാരെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ചുമത്തിയത് ദേശസുരക്ഷാ നിയമം ആയിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത്. ഈ 3 ചെറുപ്പക്കാർക്കെതിരെ ചുമത്തിയത് NSA ആണ്, നാഷണൽ സെക്യൂരിറ്റി ആക്ട്. ദേശസുരക്ഷാ നിയമപ്രകാരം അതിഗൗരവമുള്ള വകുപ്പുകളാണ് ഈ ഗോഹത്യ ആരോപിച്ച് അറസ്റ്റിലായ 3 ചെറുപ്പക്കാർക്ക് മേൽ ചുമത്തിയത്. അന്നത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അതായത് BJP എന്താണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലുള്ള BJP സർക്കാർ എന്ത് നടപടികളാണോ എടുത്തിരുന്നത് ഇത്തരം കേസുകളിൽ, അതേ നടപടികൾ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ എടുക്കുന്നത് ചോദ്യം ചെയ്യപ്പെട്ടു. അന്ന് AICCയുടെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇതിനെ വിമർശിച്ചു. പക്ഷേ എന്നിട്ടും ഈ നടപടി, അതായത് NSA ചുമത്തിയ നടപടി തിരുത്താൻ കമൽനാഥിന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഈ മധ്യപ്രദേശിൽ മുൻകാലത്ത്, അതായത് BJPയുടെ ബാബുലാൽ ഗൗർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ സർക്കാർ ജീവനക്കാർ എല്ലാ മാസത്തെയും ആദ്യത്തെ പ്രവൃത്തി ദിനം വന്ദേ മാതരം ആലപിക്കണം എന്ന് നിബന്ധന വെച്ചിരുന്നു. അത് നടപ്പാക്കിയിരുന്നു. കമൽനാഥ് മുഖ്യമന്ത്രിയായപ്പോൾ ഈ നിബന്ധന, അത് BJP സർക്കാർ കൊണ്ടുവന്ന നിബന്ധനയാണല്ലോ. അപ്പോൾ പുതിയ സർക്കാർ വന്നു, കോൺഗ്രസിൻ്റെ സർക്കാർ വന്നു. അപ്പോൾ BJP സംഘപരിവാരത്തിൻ്റെ ശീലങ്ങൾ പിന്നീട് പാലിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം ഈ വന്ദേ മാതര ആലാപനം സർക്കാർ ജീവനക്കാർ നിർത്തി. അപ്പോൾ ഇത് വലിയ വിമർശനത്തിന് BJP ആയുധമായിട്ടെടുത്തു. അതായത് വന്ദേ മാതരം ആലപിച്ചുകൊണ്ടിരുന്നത് നിർത്തി കമൽനാഥ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്ന് വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചു. അധികം വൈകാതെ വന്ദേ മാതരം കൂടുതൽ ആഘോഷപൂർവ്വം ആലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കുകയാണ് കമൽനാഥ് സർക്കാർ ചെയ്തത്. അതായത് തീവ്ര ഹിന്ദുത്വ അജണ്ടയെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാരത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ആ അജണ്ടകൾ തന്നെ നടപ്പാക്കാൻ ഈ മാറി വന്ന, അല്ലെങ്കിൽ സംഘപരിവാർ BJP സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ നിർബന്ധിതമാകുന്ന കാഴ്ചയാണ് ഈ 2018 മുതലുള്ള കുറച്ചു കാലം, ഏതാണ്ട് 1 വർഷത്തോളം കാലം കമൽനാഥ് അധികാരത്തിലിരുന്നപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത്, തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ തീവ്ര ഹിന്ദുത്വം വളരുക മാത്രമല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അജണ്ട ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയാൽ പോലും തീവ്ര ഹിന്ദുത്വയുടെ അജണ്ടകൾ തിരുത്താനോ BJP സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾ മാറ്റി എഴുതാനോ സാധിക്കാത്ത അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് 2018 മുതൽ 19 വരെയുള്ള കമൽനാഥിൻ്റെ മധ്യപ്രദേശിലെ ഭരണം. അപ്പോൾ ഇതാണ് തീവ്ര ഹിന്ദുത്വയെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ ശ്രമിച്ചാലുള്ള പ്രശ്നമായി നമുക്ക് പറയാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരു പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്നുള്ളതിൻ്റെ
തെളിവ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ സുഖ്വീന്ദർ സിംഗ് സുഖു. തീവ്ര ഹിന്ദുത്വത്തെ മൃദുഹിന്ദുത്വം കൊണ്ട് നേരിടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇത് മാത്രമല്ല, പാർട്ടിക്ക് കൃത്യമായ ഒരു നയനിലപാട് ഇല്ലാത്ത അവസ്ഥ കൂടി സൃഷ്ടിക്കപ്പെടും. അതിനുള്ള വലിയ ഉദാഹരണം ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ AICC തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. ക്ഷണം ലഭിച്ച സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ ലോക്സഭയിലെ നേതാവ് ആധിർ രഞ്ജൻ ചൗധരി, ഇവരൊക്കെ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പോവുകയാണെങ്കിൽ തന്നെ അത് വ്യക്തിപരമായ ക്ഷണം എന്നുള്ള നിലയിൽ പോകും എന്നുള്ള മറ്റുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ ആയിരിക്കെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ക്ഷണം കിട്ടിയില്ലെങ്കിലും താൻ അയോധ്യയിൽ പോയി പ്രതിഷ്ഠാദിന പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അതായത് പാർട്ടിക്ക് കൃത്യമായ നിലപാടില്ലാതിരിക്കുക, കാഴ്ചപ്പാടില്ലാതിരിക്കുക എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ അതിൻ്റെ നേതാക്കൾ അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല. അതിൻ്റെ ഉദാഹരണമാണ് സുഖ്വീന്ദർ സുഖുവിൻ്റെ പ്രസ്താവന. സുഖ്വീന്ദർ സിംഗ് സുഖു ചെറിയ നേതാവല്ല കേട്ടോ. താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം. NSUവിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ, അതായത് നാഷണൽ സ്റ്റുഡൻസ് യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി, അത് കഴിഞ്ഞ് അവിടുത്തെ ഹിമാചൽ പ്രദേശിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി, നിയമ ബിരുദധാരിയാണ്, മികച്ച സംഘാടകൻ എന്ന് എതിരാളികൾ പോലും വിശേഷിപ്പിക്കുന്ന നേതാവാണ് സുഖു. അതുമാത്രമല്ല, അദ്ദേഹം 4 തവണ അദ്ദേഹം വിജയിച്ച മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 4 തവണ നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന നേതാവാണ്. ഓരോ വിജയവും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി. അത്രയും ജനപിന്തുണയുള്ള, അത്രയും സംഘാടക ശേഷിയുള്ള, പാർട്ടി സംവിധാനത്തിൽ സ്വാധീനമുള്ള നേതാവാണ് സുഖു. അദ്ദേഹത്തിന് പോലും സ്വന്തം പാർട്ടിയുടെ നയനിലപാട് കാത്തിരുന്നിട്ട് AICC എടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി എന്ന തോന്നലുണ്ടാകുന്നില്ല. അദ്ദേഹം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ്, ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ പരിപാടിക്ക് പോകും എന്നുള്ള. ഇതാണ് എന്താ പറയുക, ഒരു കൃത്യമായ നിലപാട് ഒരു പാർട്ടിക്ക് ഈ വിഷയങ്ങളിൽ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെയാണ് VM സുധീരൻ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് എന്ത് നയമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്? കഴിഞ്ഞ കാലങ്ങളിൽ തീവ്ര ഹിന്ദുത്വയെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പരാജയങ്ങൾ എന്താണ് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നാണ് സുധീരൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ് അതിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിലേക്ക് തിരികെ വന്നുകൊണ്ട് സംഘപരിവാരത്തെ എതിർക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അത് KPCC നിർവാഹക സമിതിയിൽ ആവശ്യപ്പെടുകയും തൻ്റെ അഭിപ്രായം പറയുകയും അതേ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇത് കേവലം കേരളത്തിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് സുധീറിനുള്ള അതൃപ്തി, അതിൻ്റെ പ്രകടനം, അതിൻ്റെ കൂടെ അദ്ദേഹം ഇതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നുള്ള മട്ടിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന വലിയ ആശയക്കുഴപ്പത്തിൽ നിന്ന് ആ പാർട്ടിക്ക് പുറത്തേക്ക് കടക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ അതിനെ കൂടി അടയ്ക്കുകയാണ് ചെയ്യുക.